ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് AC and DC ഈക്വലൻറ്റ് സർക്യൂട്ട്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കോമൺ എമിറ്റർ വോൾട്ടേജ് ഡിവൈഡർ ബയാസ്ഡ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇപ്പോൾ സർക്യൂട്ട് ശരിക്കും നോക്കുക നിങ്ങൾ. ഇത് ട്രാൻസിസ്റ്റർ, ഈ ടെർമിനൽ എമിറ്റർ, ഇത് കോമൺ ആക്കി കൊടുത്തതുകൊണ്ട് നമ്മളിതിന് കോമൺ എമിറ്റർ സർക്യൂട്ട് എന്ന് പറയും. ഇതിന് ഉപയോഗിച്ച ബയാസിങ് മെത്തേഡ് ഒരു +VCC ബാറ്ററി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇൻപുട്ട് ഫോർവേഡ് ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് വോൾട്ടേജ് ഡിവൈഡർ ബയാസ് R1 R2 കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ സർക്യൂട്ടാണ്. പിന്നെ നമ്മൾ RE എമിറ്റർ സർക്യൂട്ടിൽ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, CE കൊടുത്തിട്ടുണ്ട്. ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ CC കൊടുത്തു. ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എന്തൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു CN കൊടുത്തിട്ടുണ്ട്. ഇത് കപ്ലിംഗ് കപ്പാസിറ്റർ നമുക്ക് ഔട്ട്പുട്ട് നമ്മൾ AC സിഗ്നൽ, ഓഡിയോ സിഗ്നലാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്, സൈനസോയിഡൽ സിഗ്നലാണല്ലോ. അപ്പോൾ AC സിഗ്നൽ മാത്രം ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഈ DCയും കൂടി ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ കൊടുത്തത്. കാരണം കപ്പാസിറ്റർ ACയെ കടത്തിവിടും, DC ബ്ലോക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ CN നമ്മൾ എന്തിനാ ഇവിടെ ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിട്ടില്ല. CN എന്തിനായിരിക്കും? ഇവിടെ ഈ AC സോഴ്സും ഒരു DC സപ്ലൈ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ DC കടന്നു വരാണ്ട് AC സിഗ്നൽ മാത്രം നമുക്ക് ഇൻപുട്ടിൽ വന്നാൽ മതി. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ CN കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ DC വന്നു കഴിഞ്ഞാൽ എന്താകും? ദാറ്റ് വിൽ ആക്ട് ആസ് ബാറ്ററി ആൻഡ് ദാറ്റ് വോൾട്ടേജ് comes parallel to the voltage across the R2. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് ഇവിടെ ഈ R2 അക്രോസുള്ള വോൾട്ടേജ് V2 പാരലലായിട്ട് വരാൻ സാധ്യത. അപ്പോൾ ഈ ഫോർവേഡ് ബയാസിങ്, ഇൻപുട്ട് ബയാസിങ്ങിന് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CN ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ CE കൊടുത്തിട്ടുള്ളത് REയിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ബയാസിങ്ങിന് അത് ബാധിക്കും. അപ്പോൾ AC കൊണ്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പാസിറ്റർ കൊടുത്തു, ബൈപ്പാസ് കപ്പാസിറ്റർ. ഇപ്പോൾ ACനെ ഔട്ട്പുട്ട് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സെപ്പറേറ്റ് ഇറ്റ് ആസ് AC സർക്യൂട്ട് ആൻഡ് DC സർക്യൂട്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് DC ഈക്വലൻറ്റ് സർക്യൂട്ട്. അപ്പോൾ DC ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ DC സോഴ്സ് ഉണ്ട് +VCC. ഇപ്പോൾ DC സർക്യൂട്ട് വരക്കുമ്പോൾ നമ്മൾ ഇതിന് DC സോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ DC സർക്യൂട്ട് വരക്കുന്നത്. അപ്പോൾ AC സർക്യൂട്ട് ചെയ്യുന്നത് AC സർക്യൂട്ട് മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ +VCC നമ്മൾ DC സർക്യൂട്ട് വെച്ചിട്ട് വരക്കുന്ന സമയത്ത് DC കപ്പാസിറ്റർ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യോ കടത്തി വിടും? DC ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഈ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ഇല്ല. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട്, ഈ ലൈൻ ആവശ്യമില്ല, ഇവിടെ അവസാനിച്ചു. ഓക്കെ. അങ്ങനെ ഈ കപ്പാസിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല, ഈ കപ്പാസിറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഓപ്പൺ സർക്യൂട്ടായി. അപ്പോൾ അതാണ് DC ഈക്വലൻറ്റ് സർക്യൂട്ട്. ഇപ്പോൾ DC ഈക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് കയ്യിൽ. ഓക്കെ. ഇത് കംപ്ലീറ്റ് സർക്യൂട്ടാണ് വരച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മിക്സ്ഡ് സ്മോൾ ലെറ്റർ I, ക്യാപിറ്റൽ ലെറ്റർ B കൊടുത്തിട്ടുള്ളത്. അതായത് DC കറണ്ടും AC കറണ്ടും, DC കറണ്ട് AC കറണ്ട്, മിക്സ്ഡ് IC. ഓക്കെ. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ DC ഈക്വലൻറ്റ് സർക്യൂട്ട് ഇപ്പോൾ ഈ പോർഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. AC ഈക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് ഇതെല്ലാം വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു DC ഈക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് നോക്കാം. ഇതാണ് DC ഈക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ. നമുക്ക് AC ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് DC വോൾട്ടേജ് നമുക്ക് 0 ആക്കി എടുക്കാം. കപ്പാസിറ്റർ ACനെ കടത്തി വിടുന്നത് കൊണ്ട് നമുക്കതിനെ ഷോർട്ട് ചെയ്ത കപ്പാസിറ്റർ നമുക്ക് ഒഴിവാക്കിയിട്ട് വരക്കാം, ഷോർട്ട് ചെയ്ത് വരക്കാം. അപ്പോൾ AC ഈക്വലൻറ്റ് സർക്യൂട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് reduce all DC sources to 0, that is VCC equal to 0
ഷോർട്ട് ഓൾ ദ കപ്പാസിറ്റേഴ്സ്. അപ്പോൾ സർക്യൂട്ട് എന്തായിട്ട് മാറി? ഓക്കെ, R1 R2 നമ്മൾ പ്ലസ് VCC 0 ആക്കി എടുത്തു, ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ അത് R1 ഗ്രൗണ്ട് ചെയ്തു, R1 R2 പാരലലായി. ഓക്കെ, കപ്പാസിറ്റർ എല്ലാം എന്തായിട്ട് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്തു. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ എഫക്റ്റ് ഇവിടെ വരുന്നില്ല, കാരണം DC 0 ആയി. AC കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ നമ്മൾ ഷോർട്ട് ചെയ്തു, അതാണ് ഈ ലൈൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ RC VCC 0 ചെയ്യുമ്പോൾ RC ഗ്രൗണ്ടിലേക്ക് വരും, RL ഗ്രൗണ്ട്. ഇപ്പോൾ ഇതാണ് ഒരു AC ഈക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കണം. നമുക്കിനി ലോഡ് ലൈൻ അനാലിസിസ് നോക്കാം. അപ്പോൾ എന്താണ് DC ലോഡ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് നമ്മൾ ലോഡ് ലൈൻ വരക്കുന്നത്. അപ്പോൾ DC ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് which gives the values of IC and VCE corresponding to zero signal or DC conditions. Okay, അപ്പോൾ നമ്മൾ ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ നേരത്തെ കണ്ട പോലെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VCE, ഇതാണ് VCE, ഔട്ട്പുട്ട് വോൾട്ടേജ് VCE ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൊത്തം ഔട്ട്പുട്ട് സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ ടാങ്ക് എന്ന് കരുതുക, ഇതിൽ വെള്ളം താഴോട്ട് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ DC കറണ്ടാണ്, DC വോൾട്ടേജാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമുക്ക് കപ്പാസിറ്ററെല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ DC ലോഡ് ലൈനാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, നമ്മൾ അതിന് ടാപ്പ് എന്ന് പറയാം. ഈ രണ്ട് ടെർമിനലിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഒരു വെള്ളം ഒഴുകാൻ ടാപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആ അനലജി നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ RE, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ എത്ര ടാപ്പ് ഉണ്ട്? അപ്പോൾ ഇതിലൂടെ പോകുന്ന വെള്ളം പ്ലസ് ഇതിലൂടെ പോകുന്ന വെള്ളം പ്ലസ് ഇതിലൂടെ പോകുന്ന വെള്ളം ചേർന്നതാണെന്ത്? ഈ ടാങ്കിലെ വെള്ളം. അതായത് VCC ഈക്വൽ ടു ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RC, voltage drop across collector emitter terminal, voltage drop across RE. അപ്പോൾ VCC equal to ICRC plus VCE plus IERE. അപ്പോൾ അത് നമുക്ക് VCE എടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, അതിന് VCE നമുക്ക് അത് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ VCE equal to VCC minus ICRC minus IERE. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, വി ക്യാൻ അപ്രോക്സിമേറ്റ് emitter current to collector current in common emitter circuit. So we can equate IC equal to IE, so VCE equal to VCC minus IC into RC plus RE. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. നമുക്ക് പ്രോബ്ലം ചോദിക്കാം, DC ലോഡ് ലൈൻ വരയ്ക്കാൻ പറയുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ. അപ്പോൾ DC ലോഡ് ലൈൻ വരയ്ക്കാൻ നമ്മൾ DC സർക്യൂട്ട് നമ്മൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരച്ചു, VCE ഇൻ X ആക്സിസ്, IC ഇൻ Y ആക്സിസ്. ഓക്കെ, വേരിയസ് IB കറണ്ട് നമ്മൾ വരച്ചു. അപ്പോൾ IC 0 ആവുമ്പോൾ എന്താവും ഇക്വേഷൻ? ഈ ഇക്വേഷനിൽ IC 0 ആവുമ്പോൾ we will get VCE equal to VCC അല്ലേ. അപ്പോൾ IC 0 ആവുന്ന സമയത്ത് മാക്സിമം VCE എന്ന് പറയുന്നത് VCC ആണ്. ഈ ഒരു പോയിന്റ് VCC എന്ന പോയിൻ്റാണ്. അപ്പോൾ ഈ കോമൺ എമിറ്റർ സർക്യൂട്ട് നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് സപ്ലൈ ചെയ്ത VCC ആണ്. ഇനി VCE 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവുമ്പോൾ കളക്ടർ കറണ്ട് എന്തായിരിക്കും നോക്കാം നമുക്ക്. VCE ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ VCC ഡിവൈഡഡ് ബൈ RC പ്ലസ് RE ആണ് IC. ഓക്കെ, VCC ബൈ RC പ്ലസ് RE.
അപ്പോൾ ഈ പോയിൻറ്റും വി സി സിയും ചേർന്ന് നമ്മൾ വരക്കുന്ന ലൈനിനാണ് നമ്മൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഇത് എ സി ആകുമ്പോൾ നമ്മൾ എ സി കറണ്ട് കൺസിഡർ ചെയ്താൽ മതി, എ സി വി സി എടുത്താൽ മതി, അത്ര വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഡി സി ലോഡ് ലൈൻ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യുസെൻറ്റ് പോയിൻ്റ് സെൻറ്ററിൽ ഫിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഔട്ട്പുട്ട് ക്ലിപ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എ സി ലോഡ് ലൈൻ ഇതേപോലെ തന്നെ നമുക്ക് എ സി ഈക്വലൻറ്റ് സർക്യൂട്ടിലാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ലൈൻ ഓൺ ദി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് which gives the values of IC and VCE when signal is applied. സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സർക്യൂട്ട്. വി സി ഇ എന്ന് പറയുന്ന ഈ വി സി ഇ പ്ലസ് ഐ സി ഇൻറ്റു ആർ എ സി. ഇത് കളക്ടർ എമിറ്റർ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് പാരലൽ റെസിസ്റ്റർ സി ആൻഡ് ആർ. നമ്മൾ അതിനെ ആർ എ സി എന്ന് വിളിക്കാം. അപ്പോൾ മാക്സിമം കളക്ടർ കറണ്ട് അഗെയിൻ ഐ സി പ്ലസ് ഡി സി വോൾട്ടേജ്, ഡി സി കറണ്ട് ഐ സി പ്ലസ് വി സി ബൈ ആർ എ സി. ആർ എ സി എന്ന് പറഞ്ഞാൽ ആർ സി പാരലൽ ആർ എൽ, ആർ സി ആർ എൽ ബൈ ആർ സി പ്ലസ് ആർ എൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മാക്സിമം വോൾട്ടേജിനെയും മാക്സിമം കറണ്ട് പോയിൻറ്റിനെയും ചേർന്ന് വരയ്ക്കുന്ന പോയിൻറ്റിനെ നമ്മൾ ഡി സി ലോഡ് ലൈൻ എന്ന് പറയും, എ സി ലോഡ് ലൈൻ എന്ന് പറയും. എ സി കറണ്ടാണ് നമ്മൾ എ സി ഈക്വലൻറ്റ് സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എ സി ലോഡ് ലൈൻ എന്ന് പറയും. ഈ വോൾട്ടേജ് ഗെയിൻ എന്താണെന്ന് നോക്കാം. വോൾട്ടേജ് ഗെയിൻ നമ്മൾ എന്തിനാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്? ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ ബേസിക് ഫങ്ഷൻ ഓഫ് ആൻ ആംപ്ലിഫയർ ഈസ് ടു റൈസ് ദ സ്ട്രെങ്ത് ഓഫ് ആൻ എ സി ഇൻപുട്ട് സിഗ്നൽ. ഇത് എന്ത് സർക്യൂട്ടാണ്? കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വോൾട്ടേജ് ഡിവൈഡർ ബയാസ് അല്ലേ. പക്ഷേ ഇത് എ സി ഈക്വലൻറ്റ് സർക്യൂട്ടാണ്. The voltage gain of an amplifier is the ratio of AC output voltage. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. AC output voltage to the AC input signal voltage. ഗെയിൻ എന്ന് പറയുമ്പോൾ AC output by AC input. അപ്പോൾ നമുക്ക് AC ഈക്വലൻറ്റ് സർക്യൂട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ആർ എ സി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ എടുക്കുന്നത് ഇതാ ഈ ആർ സി ആർ എല്ലിന് പാരലായിട്ട് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ എ സി ആണ്. ഇപ്പോൾ ആർ എ സി എന്ന് പറയുമ്പോൾ ആർ സി പാരലൽ ആർ എൽ, ദാറ്റ് ഈസ് ആർ സി ഇൻറ്റു ആർ എൽ ബൈ ആർ സി പ്ലസ് ആർ എൽ. വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എ സി കറണ്ട് ഔട്ട്പുട്ട് കറണ്ട് ഇൻറ്റു output resistance RAC, that is V out is IC into RAC. Input voltage എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ആർ ഇൻ എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിലും വരും. ഓക്കെ, അപ്പോൾ ഐ ബി ഇൻറ്റു ആർ ഇൻ ആണ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ബൈ വി ഇൻ. ഓക്കെ, പ്രോബ്ലം ചോദിക്കും voltage gain AV equal to V output by V in, that is equal to IC RAC by IB RIN. അപ്പോൾ IC by IB നമുക്ക് എ സി കറണ്ട് മാത്രം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് തന്നെ ബീറ്റ വോൾട്ട് കറണ്ട് ഗെയിൻ എ സി കറണ്ട് ഗെയിൻ ബീറ്റ ഇൻറ്റു RAC by RIN.
therefore പവർ ഗെയിൻ നമുക്ക് നോക്കാം. പവർ ഗെയിൻ I² R ആണ്. നമുക്ക് പവർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് പവർ ബൈ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പവർ ഗെയിൻ എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. അപ്പോൾ I² R. അപ്പോൾ IC² RAC ബൈ IB² R. അപ്പോൾ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് β² ഇൻറ്റു RAC ബൈ R. അപ്പോൾ വോൾട്ടേജ് ഗെയിനും ഇൻപുട്ട് പവർ ഗെയിനും നമ്മൾ വ്യത്യാസം നോക്കുക. ഒരു B² മാത്രം, ഒരു B മാത്രം ആഡ് ചെയ്താൽ മതി. B ഇൻറ്റു RAC ബൈ R എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിനും B² RAC ബൈ R എന്ന് പറയുന്നത് പവർ ഗെയിൻ. അപ്പോൾ R എന്ന് പറയുന്നത് ഇവിടെ നോക്ക്, R ഔട്ട് എടുത്ത പോലെ തന്നെ R1 പാരലൽ R2 ഉണ്ട്. ഇതിന് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ RN പാരലൽ R1 പാരലൽ R2 നമുക്ക് എടുക്കാം. അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്. ചിലപ്പോൾ പ്രോബ്ലത്തിൽ നേരിട്ട് RN തന്നിട്ടുണ്ടാകും. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ സർക്യൂട്ട് വരച്ചിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് AC എമിറ്റർ റെസിസ്റ്റൻസ് ആണ്. AC emitter resistance is a resistance of emitter base junction diode of a transistor. So the AC resistance of emitter base junction diode of a transistor is called AC emitter resistance. That is equal to delta VBE by delta E. Okay. Then AC and the resistance കണ്ടുപിടിക്കാനുള്ള ഫോർമുല RAC equal to delta VB എന്ന് പറയുന്നത് 25 MeV divided by I. By E you can find DC emitter current at quiescent point. അപ്പോൾ RE emitter resistance which is equal to 25 milli voltage by I. അപ്പം ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഇൻപുട്ട് റെസിസ്റ്റൻസ് മാറിയും കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സമയത്ത് IE നമുക്ക് കണ്ടുപിടിക്കേണ്ട കേസിൽ RE തന്നിട്ടുണ്ടാവും. RE പ്രൈം അതായത് എമിറ്റർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ IE കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 25 മില്ലി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ RE പ്രൈം. അത് ഈ ഇക്വേഷൻ കൊടുത്തിട്ട് IE കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെക്കാം. ഇൻപുട്ട് എമിറ്റർ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 25 മില്ലി വോൾട്ട് ബൈ IE. 25 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ ബേസ് എമിറ്റർ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ആ ജംഗ്ഷൻ റെസിസ്റ്റൻസ്, ആ പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ വോൾട്ടേജ് ആണ് കേട്ടോ, റെസിസ്റ്റൻസിലെ വോൾട്ടേജ്. ഓക്കെ, താങ്ക് യു. ഈ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.